പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യരായ നമ്മുടെ എല്ലാ ചിന്തകള് നമുക്ക് ഒത്തിരി ഏറെ ശത്രുക്കളുണ്ട് എന്നാണ് ചിന്തിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ചുറ്റുപാടുള്ളവരെല്ലാം അല്ലെ നമ്മുടെ പല വ്യക്തികളും നമുക്ക് ശത്രു ആണെന്ന് നമുക്ക് ചിന്ത വരുന്നത്. എന്നാൽ സങ്കീർത്തകൻ 59 തിരുവചനത്തിന്റെ 1 തിരുവചനം 59 1 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ തിരിച്ചറിയണം. ആരാണ് ശത്രു? കർത്താവിനോട് പോലും പറഞ്ഞ്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിനോട് പോലും പറഞ്ഞ് എന്താണ്, നീ ഈ കല്ലുകൾ അപ്പമാകാൻ. വിശന്നിരിക്കുന്നവന്റെ മുമ്പിലാണ് പിശാച് വന്നിട്ട് പറഞ്ഞു, നീ ഈ കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞു. ആരാണ് ശത്രു? നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്നവനാണ് ശത്രു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നവനാണ് ശത്രു. നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നവനാണ് ശത്രു. അതാരാണ്? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവൻ, അവനാണ് ശത്രു. ഈ ശത്രുവിനെ തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥമായി വിശ്വാസി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഥാർത്ഥപരമായി ദൈവത്തെ അറിയുന്നവൻ. നമ്മുടെ ശത്രു ആരാണ്? ലോകത്തെ നശിപ്പിക്കുന്നവൻ, ദൈവ ചൈതന്യത്തെ ഇല്ലാതാക്കുന്നവൻ, അവനാണ് ശത്രു. ആ ശത്രുവിനെ തിരിച്ചറിയുന്നതാണ് ദൈവവിശ്വാസം. ആ വിശ്വാസത്തോട് പോകാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവിശ്വാസത്തിൽ ശത്രുവിനെ മനസ്സിലാക്കി ആ ശത്രുവിന്റെ വഴികളെ അടയ്ക്കുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. അപ്പോൾ നമ്മുടെ ശത്രു നമ്മുടെ ചുറ്റുപാടുമുള്ളവരല്ല, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ, അവനെ നശിപ്പിക്കാൻ ചെന്നവനെ, അവനാണ് ശത്രു. യേശുക്രിസ്തുവിനെ കുരിശിൽ കിടന്നപ്പോൾ പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ നീ ഇറങ്ങി വരാൻ പറഞ്ഞ ശത്രു. ഓക്കെ, വിജയിക്കാൻ സാധിക്കാതെ വിജയിപ്പിക്കാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത മൂലം വിജയം വരിക്കാൻ പാടില്ല. കഷ്ടതകൾ നമുക്ക് നഷ്ടമാകും, നമുക്ക് പലതും നഷ്ടപ്പെടുത്തുമെന്ന് പിശാച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ശത്രുവിനെ മനസ്സിലാക്കുന്നത്, നാം ശത്രുവിനെ മനസ്സിലാക്കി ശത്രുവിന്റെ വഴികളെ അടയ്ക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ സത്യവും നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ശത്രു നമ്മുടെ ചുറ്റുപാടുമുള്ളവരല്ല, നമ്മുടെ ജീവനെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പ്രത്യാശയെ, നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്നവനാണ് ശത്രു. അതാണ് ദൈവത്തോട് പറഞ്ഞത്, കുരിശിൽ കിടന്നിട്ട് നീ ഇറങ്ങി വരാൻ പറഞ്ഞു. അതാണ് കഷ്ടതകൾ. ഒരിക്കലും കഷ്ടതയിൽ കൂടാണ് ദൈവത്തിന്റെ അനുഗ്രഹം മേടിക്കുന്നത്. അനുഗ്രഹം നോക്കിയേ, പിശാചിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, നീ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അപ്പൊ നമുക്ക് പറയാം, നമ്മളെ ഒരു ശത്രു നമ്മളെ പരാജയപ്പെടുത്താൻ വരുമ്പോൾ ദൈവത്തിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മക്കളെ നീ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്, ഞങ്ങൾ കുരിശിൽ വിജയിച്ചവന്റെ മക്കളാണെന്ന് പറയാൻ കഴിയുന്നവർക്കാണ് ശത്രുവിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കുരിശിൽ മരിച്ചവൻ, കുരിശിൽ ഉയർത്തവൻ, കുരിശിൽ ജീവൻ നേടിയവനാണ് നമ്മുടെ കർത്താവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശത്രുവിന്റെ അടുത്ത് പറയണം, ഞാൻ കുരിശിൽ വിജയിച്ചവന്റെ മകനാണ്, നീ എന്നെ പരീക്ഷിക്കരുത്, ഞാൻ കുരിശിൽ വിജയം വരിച്ചവനാണെന്ന് പറയാനുള്ള ധൈര്യം ലഭിക്കുമ്പോഴാണ് ശത്രു എന്റെ മുമ്പിൽ, നമ്മുടെ മുമ്പിൽ, നമ്മുടെ കുടുംബത്തിൽ ശത്രു പരാജയപ്പെടുന്നത്. ശത്രുവിനെ പരാജയപ്പെടുത്തുവാനുള്ള വൻ കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയം കുരിശിന്റെ ചുവട്ടിൽ നിന്നതുപോലെ കഷ്ടതയുടെ ചുവട്ടിൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിന്ന് വിജയം വരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.